കൊറേ അടി കിട്ടി, കൈ പോയി, മുഖത്തടി കിട്ടി, കൊന്നു നീ. ചോര. ഇത് വെറുതെ ട്രയൽ. പടം വീട്ടിൽ ചെന്നിട്ടു. ഇതൊന്നും പഠിപ്പിക്കല്ലാട്ടാ. എന്നെ പുറത്താക്കി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അർജുൻ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ ഇന്നത്തെ പരിപാടി നീ മിണ്ടായിരുക്ക നമ്മളെ ഒരു വീട് വെച്ച് താമസിക്കാം. ഞാൻ അതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. നല്ലായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷെ ഇല്ല, നമുക്ക് ആ നീല കണ്ട് ചിലപ്പോ മടുത്തു പോയാലോ. നിന്നെ കണ്ടുകൊണ്ട് കൊടുക്കുന്നവരായിരിക്കും അല്ലേ. അടിച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ ആക്ച്വലി ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തേക്കാണ്. ഞാനൊരു റീക്രിയേഷൻ ചെയ്യാൻ പോവാണ്. എപ്പോഴും ഡാൻസ് റീക്രിയേഷൻ ചെയ്ത് ഒരു ഗുമ്മില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാന്ന്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരു മൂവി കണ്ടായിരുന്നു. ആ മൂവിയുടെ ഒരു സീൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താ പറഞ്ഞ വെച്ചാൽ ഞാൻ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാനൊരു കോസ്റ്റ്യൂം മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്ത് വന്നാലും കുറച്ച് റീക്രിയേഷൻ ആവുമ്പോ അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരുപോലെയുള്ള ഒരു ഇത് വേണം. അപ്പൊ ഇന്നെന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടില്ല. ചുരിദാറൊക്കെ ഇട്ട് ഒരു പാവം കുട്ടിയുടെ പോലെ. അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കുർത്തി മേടിക്കാൻ പോണം. എന്ത് വന്നാലും ഡ്രസ്സ് ഡ്രസ് മേടിക്കുന്നല്ല, ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് രാമു മേടിക്കാൻ പോകുന്നത്. പോലെയാണ് ഈ കളർ ഡ്രസ് ഓൾറെഡി ഉണ്ട്, പറ്റില്ല. നമുക്ക് സ്റ്റുഡിയോയിൽ കയറി നോക്കണം. ഇവിടെ തൊട്ടടുത്തല്ലേ പ്ലെയിൻ ലൈറ്റ് ബ്ലൂ കുർത്ത ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ സ്റ്റുഡിയോ പോയി കിട്ടിയില്ല. യെസ്, അതുകൊണ്ട് നമ്മൾ മാക്സിൽ പോകുന്നു. കിട്ടുമോ? A few moments later. എന്തായി? അവിടെ ഇല്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എല്ലാ പ്ലെയിൻ കളേഴ്സും. എത്ര മണിക്കാ ഷൂട്ട്? സമയം 6:22. അവിടെ ഒരു പുറത്തൊരു ചെറിയൊരു കടയിൽ കണ്ടായിരുന്നു. പക്ഷെ കറക്റ്റ് ബ്ലൂ അല്ല, എന്നാലും നമുക്ക് അത് തന്നെ എടുക്കാവുന്നല്ലേ. ഒന്നും പറയാനില്ല. അല്ലേ, ഏകദേശം എടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഡ്രസ്സ് എടുത്തതിന് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ സിനിമാറ്റോഗ്രാഫർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്, എനിക്കത് എടുക്കാനുണ്ട്. പ്ലാനിങ് ആണ്. അടിച്ചടിച്ച് അവളടിക്കുവേ. അവള് പകരം വിട്ടാൽ അടിക്കും. നിങ്ങൾക്ക് ഇതൊന്നും പഠിപ്പിക്കല്ലാട്ടാ. A few moments later. അങ്ങനെ നമ്മള് പരിപാടി തുടങ്ങ്. എന്നെ പുറത്താക്കി. കെട്ടലായി, പിട്ടിക്കലായി. നമ്മളെ താറുണ്ട് കാറ് വരെ കൂട്ടി എന്നെ പുറത്താക്കി. എനക്ക് പകരം വന്നത് അച്ഛൻ. ഫുൾ പ്ലാനിങ്ങിലാന്നേ. കൊറേ നേരമല്ലോ. അപ്പൊ നമ്മൾ ഒരു എപ്പോഴും ഡാൻസ് റീക്രിയേഷന് പകരം ടുഡേ വി ആർ റീക്രിയേറ്റിംഗ് എ സ്റ്റണ്ട് സീൻ. നമ്മളൊന്നൊരു സ്റ്റണ്ടാണെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുന്നത് എനിക്ക് നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ മാക്സിമം നന്നാക്കാൻ വേണ്ടി നോക്കുകയാണ്. വിത്ത് മൈ കോ ആക്ടർ, മൈ ഡാഡി കൂൾ. അച്ഛനാണ് എൻ്റെ കോ ആക്ടർ. നമ്മൾ രാമുന്റെ നൈസെടുത്ത് തട്ടി. മഴ, ഒടുക്കത്ത മഴ ആയതുകൊണ്ട് നമ്മൾ കാർ കോച്ചിൽ തന്നെയാണ് എടുക്കാൻ പോകുന്നത്. ആൻഡ് മാനേജർ നമ്മുടെ മേച്ചേട്ടനാണ്. ഒരു ക്യാരക്ടർ ക്യാരക്ടർ അവിടെയാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. നമ്മൾ ഈ ഡാൻസ് ഷൂട്ട് ചെയ്യുന്ന പോലെയല്ല ഒരു സ്റ്റണ്ട് സീൻ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ടൈമിങ് കറക്റ്റ് ആയില്ലെങ്കിൽ എല്ലാം പാളും. കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ നല്ല ഇടി കിട്ടും. പക്ഷെ മേച്ചേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് ടൈമിംഗ് ഒക്കെ പറഞ്ഞു തന്നു കേട്ടോ. കാരണം നമ്മൾ ഈ പഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഇടി കൊള്ളുന്ന ആൾ ബാക്കിലേക്ക് മൂവ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് നല്ല ഇടി കിട്ടും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആക്ടിങ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡ്രാമയിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മറുകെന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. പിന്നെ
ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നത് സെക്കൻഡ് ടൈമാണ്. അപ്പോൾ അത്രയും ഗ്യാപ്പും ഉണ്ട്. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നടക്കുന്നത് നമ്മൾ ഈ വണ്ടിക്കകത്താണ്. അപ്പോൾ ആ വണ്ടിയുടെ അകത്ത് നമുക്ക് കുറച്ച് കൺട്രോളായിട്ടും കുറച്ച് ലിമിറ്റേഷൻസും ഒക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പോൾ. അത് എത്രത്തോളം നന്നാകും ശരിയാകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ അങ്ങ് ചെയ്തു. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് പറക്കേണ്ടി വന്നേനെ. എടാ കൊച്ചിന് ഭ്രാന്തായടാ. ഇടിക്കടാ എല്ലാത്തിനും കൊല്ലടാ. ഇതിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഫൈറ്റിലേക്ക് പോവാണ്. ഹലോ ഇവിടെ എന്താ പ്രശ്നം? എടാ വിടറാ പ്രശ്നമാക്കല്ലോ. അപ്പൊ നമുക്ക് ഫീല് ഇടിക്കണതാണ്. പൊട്ടിക്കടാ അടി കൊടുത്തോളം തല പൊട്ടിക്കടാ. അടിക്കടാ അടിക്ക്. എങ്ങനെ അങ്ങനെയുണ്ട്. നല്ല രസമുണ്ട്. കൈകൾ കുറച്ച് വേദനയുണ്ട്. ഇങ്ങനെ നമ്മൾ വെറുതെ പഞ്ച് ചെയ്യണമെങ്കിലും എന്ന് പറഞ്ഞിങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോ ഇവിടെ ഒരു വേദന. കുറച്ച് മേച്ചേട്ടനാണെങ്കിൽ കൊള്ളുകയും ചെയ്തു. കൊറേ അടി കിട്ടി, കൈ പോയി, മുഖത്തടി കിട്ടി, കൊന്നു നീ. ഇല്ല ഇത് വെറുതെ ട്രയൽ. പടം വീട്ടിൽ ചെന്നിട്ടു. ക്യാമറക്ക് ഇട്ടൊരു അടി കിട്ടി, ഒരു മൂക്കിനടി കിട്ടി, കൈ ചോര ചത്ത്. കൊറേ അടി മേണിക്കാന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാ. നമ്മള് തീരെ കഴിയാൻ പോവാണ്. പക്ഷെ എനക്ക് ഡ്യൂപ്പിന്റെ വേഷം കിട്ടി. എന്റെ റോൾ തന്നെ ഞാൻ തന്നെ ഇപ്പൊ ഡ്യൂപ്പ്. ഇതെന്ത് ഇത് ലൈറ്റ് 4 സൈഡും അത് ഓഫ് ചെയ്യാപ്പ. എടാ ആറ്റ് നോട്ടി ഇട്ട റോളാടാ. ഞാനൊന്ന് അഭിനയിച്ചോട്ടടാ. അതും ഇല്ല, ഓൺലി ടീഷർട്ട്. അയ്യോ വേണ്ട, ഡാൻസ് അല്ലേ, ഡാൻസ് എനക്ക് വേണ്ട. അപ്പൊ ഇതും കൂടി കഴിഞ്ഞ പരിപാടി വരും. ഇത്ര നേരം ഫോൺ ഓഫ് ആയിരുന്നു. അയ്യോ അങ്ങനെ നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് സമയം എത്ര? സമയം 2:42. 3 മണി. 9 മണിക്ക് തുടങ്ങിയിട്ട് വൈൻഡപ്പ് പരിപാടി കഴിഞ്ഞു. ഒന്നും കൂടി മര്യാദക്ക് പറയാം. അപ്പൊ ഗായ്സ് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് താഴത്തേക്ക് വീട്ടിൽ പോകുമ്പോൾ 4 മണി രാവിലെ ആയി. അപ്പോൾ ഈ റീക്രിയേഷന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്യാ, എങ്ങനെയുണ്ടെന്ന് പറയാ. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗായ്സ്.